ഒരു മരം വീഴുമ്പോൾ എല്ലാം മാറി മറിയോ? കാട്ടിലൊരു മരം വീണാൽ അത് ആ ലോകത്തെ തന്നെ മാറ്റി മറിക്കുമോ? ഒറ്റനോട്ടത്തിൽ ഇതൊരു ലളിതമായ ചോദ്യമായി തോന്നാം. എന്നാൽ നമ്മയെല്ലാം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ഫ്രം സീരീസിൻ്റെ നിഗൂഢമായ ലോകത്ത് ഒരൊറ്റ മരം വീഴുന്നത് പ്രപഞ്ചത്തെ തന്നെ കീഴ്മേൽ മറിക്കാൻ പോകുന്നൊരു സംഭവമാണ്. കാരണം ഈ സീസണിൻ്റെ അവസാനത്തെ എപ്പിസോഡിൻ്റെ പേര് തന്നെ ഇതിൽ ചൂണ്ടുന്നത് ആ നിഗൂഢമായ കുപ്പികൾ തൂക്കിയിട്ട മരത്തിലേക്കാണ്, ബോട്ടിൽ ട്രീ. ഈ മരമാണ് ഇപ്പോൾ എല്ലാ സംഭവങ്ങളുടെയും സെൻറ്റർ പോയിൻ്റായി മാറിയിരിക്കുന്നത്. അവസാനമായി പുറത്തുവന്ന ട്രെയിലർ നമ്മളിൽ ഒട്ടും ശുഭസൂചന അല്ല നൽകുന്നത്. ചോരച്ചുവപ്പുള്ള ആകാശം, വിചിത്രമായ രീതിയിൽ ആഞ്ഞടിക്കുന്ന ഇടിമിന്നൽ, ഭയം കൊണ്ട് വിറയ്ക്കുന്ന ഗ്രാമവാസികളുടെ മുഖങ്ങൾ, ടൗൺ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത, സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു വലിയ ദുരിതത്തിലേക്ക് അടുക്കുകയാണെന്ന ഭീതിതമായ അന്തരീക്ഷമാണ് ട്രെയിലർ നമുക്ക് സമ്മാനിക്കുന്നത്. സോഫിയ പറയുന്നൊരു വാചകമുണ്ട്: നമ്മൾ അവസാനത്തോട് അടുക്കുമ്പോൾ എല്ലാം കൂടുതൽ വന്യവും അരാജകത്വം നിറഞ്ഞതുമായി മാറും. എന്നാൽ ഇത്തവണ ആ അരാജകത്വം കേവലം താൽക്കാലികമായ ഒരു പ്രതിഭാസമല്ല, അതിനേക്കാൾ വലിയ എന്തോ ഒന്നാണ് വരാൻ പോകുന്നത്. അവസാന എപ്പിസോഡിൻ്റെ ഒഫീഷ്യൽ സിനോപ്സിസ് വ്യക്തമാക്കുന്നത് നമ്മുടെ നായകൻ ബോയ്ഡ് ഭയപ്പെടുത്തുന്ന ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണെന്നാണ്. വരാനിരിക്കുന്ന സംഭവങ്ങൾ ഈ ടൗണിനെ എന്നേക്കുമായി മാറ്റിമറിക്കും. അങ്ങനെയെങ്കിൽ ഈ ബോട്ടിൽ ട്രീ ആയിരുന്നോ ഇത്രയും കാലം ഈ നിഗൂഢ സ്ഥലത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തി പോകുന്നത്? ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ലോകം അവസാനിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണോ, അതോ ഇതിലും ഭീകരമായ മറ്റെന്തിൻ്റെങ്കിലും ആഗമനമാണോ? ഗ്രാമവാസികളെ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ബോയ്ഡിൻ്റെ പോരാട്ടം ഭയാനകമായൊരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇനി ഒരിക്കലും ഒന്നും പഴയ പോലെ ആകില്ല. കാരണം ട്രെയിലറിൽ നിന്നും ഈ വീഡിയോയുടെ അവസാനം നമ്മൾ സംസാരിക്കാൻ പോകുന്ന സ്ഥിരീകരിക്കാത്ത ചില ലീക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ്. കാരണം ഈ ലീക്കുകൾ ടൗണിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആ ഞെട്ടിക്കുന്ന വാചകവുമായി കൃത്യമായി ഒത്തുപോകുന്നുണ്ട്. അവസാന എപ്പിസോഡിനെ കുറിച്ച് ഒട്ടനവധി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ പേടിക്കണ്ട, ലീക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നിട്ട് മാത്രമായിരിക്കും. കാരണം ആ പറയുന്ന കാര്യം നടക്കുമെങ്കിലും ഇല്ലെങ്കിലും കേൾക്കണ്ടെങ്കിൽ അവിടെ വെച്ച് കട്ട് ചെയ്യാമല്ലോ. സോഫിയുടെ വാക്കുകളോടെയാണ് പ്രമോ ആരംഭിക്കുന്നത്. നമ്മൾ അവസാനത്തോടെ അടുക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വന്യമാകും. ഇതോടൊപ്പം ആകാശത്തിന് നിറം ചോരച്ചുവപ്പായി മാറുന്നതും വിചിത്രമായ ഇടിമിന്നലുകൾ ഉണ്ടാകുന്നതും നമ്മൾ കാണുന്നു. ഇവിടെ സോഫിയ സംസാരിക്കുന്നത് ഓരോ ചക്രത്തിൻ്റെയോ, അതായത് സൈക്കിളിൻ്റെയോ കാലഘട്ടത്തിൻ്റെയോ അവസാനത്തെക്കുറിച്ചും അതിനൊപ്പം ഉണ്ടാകുന്ന അരാജകത്വത്തെക്കുറിച്ചുമാണ്. എന്നാൽ ഇത്തവണ ഈ അരാജകത്വം അതിൻ്റെ പരമാവധിയിലാണ്. കാരണം ബോയ്ഡ് ആ ബോട്ടിൽ ട്രീ വേരോടെ പിഴുതെറിയുന്നതിൽ വിജയിച്ചിരിക്കുകയാണ്. തീർച്ചയായും നടക്കുമല്ലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. സാധാരണ ലോകത്തിൽ ഇടിമിന്നൽ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്കാണ് പതിക്കാറുള്ളത്. എന്നാൽ ട്രെയിലറിൽ ഇടിമിന്നൽ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നുകൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ വിചിത്ര പ്രതിഭാസം ബോട്ടിൽ ട്രീ പിഴുതെറിഞ്ഞതുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് ഊഹിക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഇടിമിന്നലിന് മുന്നേ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മഴച്ചാറ്റൽ തുടങ്ങിയതായി കണ്ടിരുന്നു. ആൺകുട്ടികൾ പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം അവിടെ മഴ ചാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം നടക്കുമെന്ന് ടൗണിനെന്തോ അറിയാവുന്ന പോലെ. ഇപ്പോൾ നമ്മളീ കാണുന്ന ഇടിമിന്നൽ ഒരു വലിയ ചോദ്യത്തിലേക്ക് നയിക്കുന്നു. എല്ലാ പ്രൊമോയുടെ ഒടുവിലായി മരങ്ങൾ തലകീഴായി നിൽക്കുന്ന പോലുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സീരീസിൻ്റെ അണിയറ പ്രവർത്തകർ ഇതിലൂടെ എന്താണ് നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഈ ഫ്രം ലോകം എന്നത് യഥാർത്ഥ ലോകത്തിൻ്റെ തലകീഴായ ഒരു പ്രതിബിംബം, ഒരു മിറർ ഇമേജ് ആണെന്നാണോ? ലവ്ലീസ്, ഈ സീസണിൻ്റെ അവസാന എപ്പിസോഡിലെ സംഭവങ്ങൾ നമ്മെ ഒന്നാം സീസണിൻ്റെ ക്ലൈമാക്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഒന്നാം സീസണിൽ തബീത്ത നിലത്ത് കുഴിയെടുത്ത് താഴെയുള്ള ടണൽസിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ വലിയ കൊടുങ്കാറ്റ് ഉണ്ടായെന്ന് ഓർക്കുക. ഇവിടെ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ ഇത്തവണ മരം പിഴുതെറിയപ്പെടുന്നു. താബീത്തയും ചെയ്ടും തുരങ്കങ്ങളിലേക്ക് ഇറങ്ങി ആ കുട്ടികളുടെ ശവക്കുഴി തോണ്ടുകയാണ്. ആകാശത്ത് ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ബോയ്ഡ്, ഫാത്തിമ, എല്ലിസ്, റാൻഡൽ എന്നിവർ ടൗണിലെ ക്ലിനിക്കിൽ നിൽക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ബോയ്ഡിൻ്റെ ഷട്ടലായി ചോര പറ്റിപ്പിടിച്ചിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെന്തായാലും ആരുടേതാണെന്ന് വ്യക്തമല്ല. ഇതിന് പിന്നീട് കാണിക്കുന്ന ആ സ്മൈലി മോൺസ്റ്റർ ആശുപത്രിയിലേക്ക് അതിക്രമിച്ച് കയറുന്നതായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോ ചുവന്ന മേഘങ്ങൾ സൂര്യപ്രകാശത്തെ പൂർണ്ണമായി മറയ്ക്കുന്നതുകൊണ്ട് പകൽ സമയത്തും ഈ മോൺസ്റ്റേഴ്സ് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുമെന്ന അവസ്ഥയാണോ വന്നിരിക്കുന്നത്? എന്തായാലും ക്ലിനിക്കിന് മുന്നിലാണെങ്കിലും അവിടെ നമ്മൾ മരിയലിനെ കാണുന്നില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ ആവശ്യമായി കണ്ട ഫാത്തിമ ഇപ്പോൾ നോർമലായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാത്തിമയിൽ മാറ്റങ്ങൾ വരുന്നത് രാത്രികാലങ്ങളിലാണെന്ന് തോന്നുന്നു. Kenny, what? മറുഭാഗത്ത് ജൂലിയും ഈതനും ഡോണയ്ക്കൊപ്പം കോളനി ഹൗസിനെ പുറത്തു നിന്ന് ചുവന്നു കൊടുത്ത ആകാശത്തെ ഭയത്തോടെ നോക്കി നിൽക്കുന്നത് കാണാം. എന്നാൽ ഇതേ സമയം സോഫിയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമാണ് പ്രകടമാകുന്നത്. അവളി അവസ്ഥയിൽ സന്തുഷ്ടിയാണെന്ന് തോന്നുന്നു. അടുത്ത ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് ജെയ്ഡിനെയും തബീത്തയുമാണ്. ജെയ്ഡിൻ്റെ കഥാപാത്രത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. അവൻ എന്തോ കണ്ട് അത്ഭുതപ്പെടുകയും സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്.
മോൺസ്റ്റേഴ്സ് അവരെ ആക്രമിക്കുന്നതിൽ നിന്ന് എന്തോ ഒന്ന് തടഞ്ഞിട്ടുണ്ട്. എന്താണ് അവർ രക്ഷിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഊഹം നമുക്ക് ആ ലീക്കുകളെക്കുറിച്ചുള്ള ഭാഗത്ത് വിശദമായി സംസാരിക്കാം. തൊട്ടടുത്ത സീനിൽ ജെയ്ഡ് തബീത്തയോട് പറയുന്നുണ്ട്, നിനക്ക് ഈ ലൂപ്പ് തകർത്തേ മതിയാകും, നിന്റെ കുട്ടികളെ നീ തിരികെ വീട്ടിലേക്ക് എത്തിക്കണം. ഇവിടെ ജെയ്ഡ് സംസാരിക്കുന്നത് കാലങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ്. യഥാർത്ഥ ജെയ്ഡും തബീത്തയും എല്ലാ തവണയും ഈ കുട്ടികളെ രക്ഷിക്കാനായി ഇവിടെ എത്തുന്നതും ഈ ലൂപ്പ് ആവർത്തിക്കുന്നതുമാണ് അവൻ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് അതിഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. സംരക്ഷണ കല്ലുകളായ താലിസ്മാനുകൾ വാതിൽ ഉണ്ടായിരുന്നിട്ട് കൂടി ഒരു മോൺസ്റ്റർ മുറിക്കുള്ളിലേക്ക് കടന്നു വരികയാണ്, ആ ടാർപ്പയൊക്കെ വലിച്ചു പൊട്ടിച്ചുകൊണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ടാലിസ്മാനുകളോട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയെങ്കിൽ കുപ്പിമരം പിഴുതെറിഞ്ഞതുകൊണ്ട് ഈ താലിസ്മാനുകളുടെ ശക്തി നഷ്ടപ്പെട്ടോ? അതോ ആ ടാർപോളിൻ ഒരു ഗുണവും ചെയ്തില്ലെന്നാണോ? ഇനി ബോട്ടിൽ ഡ്രീം പറഞ്ഞതുകൊണ്ടാണെങ്കിൽ ആ കുപ്പിമരം കുട്ടികളുടെ പ്രതീക്ഷകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും ഉണ്ടായതാണ്. ഈ ടൗണിൽ മനുഷ്യരെ സഹായിക്കുന്ന എന്ത് കാര്യമുണ്ടോ അതെല്ലാം ആ കുട്ടികളിൽ നിന്നുണ്ടായതാണ്. അഥവാ മരം വീണതല്ല കാരണമെങ്കിൽ ചിലപ്പോൾ ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിൽ താലിസ്മാനുകൾ പ്രവർത്തിക്കില്ലായിരിക്കാം. അടുത്ത രംഗത്തിൽ ക്രിസ്റ്റി ബോയിഡിനോട് ചോദിക്കുന്നു, ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ. ബോയിഡ് അതിന് നൽകുന്ന മറുപടി ഇതാണ്, നമ്മുടെ കൈവശം ഇനി മറ്റൊരു പ്ലാൻ ഇല്ല, പ്ലാൻ ബി ഇല്ലെന്ന്. കഴിഞ്ഞ എപ്പിസോഡ് മുതലേ ബോയിഡ് ചോദിച്ചു നടന്ന ഇതായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു സംസാരം ഉണ്ടാകുമ്പോൾ ഇതിനർത്ഥം താബിത്തയും ജെയ്ഡിനെയും ആ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ അവർ ചെയ്യുന്ന ഈ പ്ലാനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായതുകൊണ്ടാണല്ലോ മറ്റൊരു പ്ലാനെ കുറിച്ച് ചോദിക്കുന്നത്. അതിനിപ്പോൾ അവരൊരു ഭയാനകമായ സിറ്റുവേഷനിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഈതൻ ജൂലിയെ കെട്ടിപ്പിടിച്ച് കരയും നമ്മൾ കാണുന്നു. എല്ലാവരും മരിക്കാൻ പോവുകയാണെന്ന് അവൻ ഭയപ്പെടുന്നു. ടൗണിപ്പോൾ അവൻ്റെ പൂർണ്ണ ശക്തിയോടെ തങ്ങളെ ഞെരുക്കുകയാണെന്ന് അവൻ മനസ്സിലാകുന്നു. കാരണം വിക്ടറിൽ നിന്ന് അവൻ പഠിച്ചൊരു കാര്യമുണ്ട്, എല്ലാവരും മരിക്കുന്ന ആ ദിവസം ആരംഭിക്കുന്നത് വന്യമായ അരാജകത്വത്തോടെയാണ്, അവസാനിക്കുന്നത് വൻ ദുരന്തത്തിലും. അതിപ്പോൾ അവൻ്റെ കൺമുന്നിൽ സംഭവിക്കുകയാണ്. മിറാണ്ടയ്ക്ക് എലോയിസിൻ്റെയും വിക്ടറുടെയും അടുത്തേക്ക് തിരിച്ചെത്താൻ കഴിയാതിരുന്നത് പോലെ താബീത്തയ്ക്കും തൻ്റെ മക്കളുടെ അടുത്തേക്ക് തിരിച്ചെത്താൻ കഴിയുന്നില്ല. കാരണം സോഫിയ ആ രക്ഷാകയറുകൾ മുറിച്ചു കളഞ്ഞുകൊണ്ടായിരിക്കാം. മറ്റൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ബോയ്ഡ് ഇപ്പോൾ യാഥാർത്ഥ്യത്തിന് മുന്നിൽ കീഴടങ്ങുകയാണ്. എന്നാൽ അക്കോസ്റ്റ അയാളെ നിർബന്ധിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാളെ തോറ്റു കൊടുക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. ഇവിടെ അക്കോസ്റ്റ ബോയ്ഡിനോട് തൻ്റെ കടം വീട്ടുകയാണ്. കാരണം അവൾ ഈ ഗ്രാമത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ അവളെ സഹായിക്കുകയും അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്ത ഒരേയൊരു വ്യക്തി ബോയ്ഡായിരുന്നു. എന്നാൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന യാതൊന്നും ഇപ്പോൾ ബോയ്ഡിൻ്റെ പക്കലില്ല. ഇതേസമയം സോഫിയ വിചിത്രമായ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വിക്ടർ ഭയന്ന് ഉറച്ചു നിൽക്കുന്നു. ഭൂമി കുലുങ്ങാൻ തുടങ്ങുകയാണ്. സോഫിയ പറയുന്നു, ഇനി നിങ്ങൾക്ക് പോകാനായി ഒരു വഴിയുമില്ല, ഇനി ഞാൻ ആ തീപ്പെട്ടിക്കുള്ളിലേക്ക് തീ കൊടുക്കാൻ പോവുകയാണ്, അത് കത്തിയാമരുന്ന് ഞാൻ കാണും. എന്തായാലും വന്നിരിക്കുന്നത് വളരെ ത്രില്ലിംഗ് ആയൊരു പ്രൊമോ ആണ്. ഇനി നമ്മൾ എത്തുന്നത് ഈ എപ്പിസോഡിനെ കുറിച്ച് പുറത്തു വന്ന ഏതാണ്ട് ഉറപ്പിക്കാവുന്ന ചില ലീക്കുകളെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഇതുവരെ തിയറികളൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാതിരുന്നത്. കാരണം ഈ ലീക്കുകളൊക്കെ കഥയുടെ പല കീ പോയിന്റ്സും വെളിപ്പെടുത്തുന്നവയാണ്. നിങ്ങൾക്കിപ്പോൾ ഇതേക്കുറിച്ച് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ, കഥ മുൻകൂട്ടി അറിയാൻ താല്പര്യമില്ലെങ്കിൽ ബോയ്ഡിൻ്റെ സ്പെഷ്യൽ റിയാക്ഷൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ വെച്ചത് നിർത്താം. ശ്രദ്ധിക്കുക, ഇനി പറയാൻ പോകുന്നത് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ചില പ്രധാന കഥാസന്ദർഭങ്ങളാണ്. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ജെയ്ഡും തബീത്തയും ആ കുട്ടികളുടെ അസ്ഥികൾ തുരങ്കത്തിൽ നിന്നും പുറത്തെടുക്കുന്നതിൽ വിജയിക്കുന്നു. മുകളിൽ ബോയ്ഡും സംഘവും ബോട്ടിൽ ട്രീ വേരോടെ പിഴുതെറിയുകയും ജെയ്ഡിനും തബീത്തയ്ക്കും മുകളിലേക്ക് കയറി വരാനായി ഒരു കയർ ഗോവണി റോബ് ലാഡർ താഴേക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്യുന്നു. മുൻപ് നമ്മൾ പലരെയും കരുതിയ പോലെ മുകളിൽ നിന്നും സൂര്യപ്രകാശം താഴേക്ക് അടിക്കുന്നത് കൊണ്ട് മോൺസ്റ്റേഴ്സിന് അവിടെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ കാര്യങ്ങൾ മാറി മറിയുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ സോഫിയ കാറിൻ്റെ ഒരു ഭാഗം മുറിച്ചു വെച്ചിരുന്നതിനാൽ അവർ കയറിക്കൊണ്ടിരിക്കുമ്പോൾ കയർ ഗോവണി പൊട്ടിപ്പോകുന്നു. പെട്ടെന്ന് തന്നെ ആകാശം കരിനിഴലാവുകയും രാത്രിയായതുപോലെ ഇരുണ്ടുകൂടുകയും ചെയ്യുന്നു. ടൗണിലുടനീളം ശക്തമായ ഭൂചലനം അനുഭവപ്പെടുന്നു. ഈ ഭൂകമ്പം ഗുഹയ്ക്കുള്ളിൽ മറ്റൊരു പുതിയ വഴി തുറക്കുമായിരിക്കാം. വിക്ടർ ഈ പ്രൊമോയിലായി ഭൂമി കുലുങ്ങുന്നുണ്ട് പേടിക്കുന്നത് ഇതാണ്. എന്നാൽ തൊട്ടു പിന്നാലെ ഉണ്ടാകുന്ന മറ്റൊരു ഭൂകമ്പം ആ പുതിയ വഴിയും അടച്ചു കളയുന്നു. ഇതോടെ ജെയ്ഡും തബീത്തയും ഗുഹയ്ക്കുള്ള ഒരു ചെറിയ ഇടുങ്ങിയ അറയിൽ കുടുങ്ങിപ്പോവുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഇരുമ്പ് കമ്പികൾ കൊണ്ടോ മരവേരുകൾ കൊണ്ടോ അടയ്ക്കപ്പെട്ട നിലയിലാണുള്ളത്. ഈ സമയത്ത് ടൗണിലെ ക്ലിനിക്കിൽ വലിയൊരു ദുരന്തം അരങ്ങേറുകയാണ്. സ്മൈലി തങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് ഫാത്തിമയ്ക്ക് മനസ്സിൽ തോന്നുന്നു. അവളും മരിയലും കാണുന്നത് ഭൂകമ്പത്തിൻ്റെ ആഘാതത്തിൽ ചുമലിലെ താലിസ്മാനുകൾ താഴെ വീഴുന്നതാണ്. അവർ വേഗത്തിൽ അത് തിരികെ ചുമലിൽ വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനു മുൻപ് തന്നെ സ്മൈലി ക്ലിനിക്കിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുന്നു. സ്മൈലി ക്രൂരമായി മരിയലിനെ ആക്രമിക്കുകയും അവൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവൻ ഫാത്തിമയെ നോക്കി അവിടെ നിന്നൊന്നും ചെയ്യാതെ മടങ്ങിപ്പോകുന്നു.
കാരണം സ്മൈലിക്ക് ഫാത്തിമയെ കൊല്ലാൻ ഒരു താല്പര്യവുമില്ല. അവളുടെ ഉദരത്തിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ മോൺസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഫാത്തിമ മരിച്ചാൽ ഒരുപക്ഷെ സ്മൈലിയും മരിച്ചേക്കാം, അല്ലെങ്കിൽ അവളെ ജീവനോടെ നിലനിർത്തേണ്ടത് അവളുടെ ആവശ്യമായിരിക്കാം. പെട്ടെന്ന് തന്നെ ക്രിസ്റ്റി അവിടെ ഓടിയെത്തുകയും ചോരയിൽ കുളിച്ചു കിടക്കുന്ന മരിയലിനെ കൈകളാൽ കോരിയെടുക്കുകയും ചെയ്യുന്നു. അവളെ രക്ഷിക്കാൻ ക്രിസ്റ്റി പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും മരിയൽ ക്രിസ്റ്റിയുടെ കൈകൾ കിടന്ന് അവസാന ശ്വാസം വലിക്കുന്നു. ഇങ്ങനെ നടന്ന എന്തായാലും അത് വളരെ ഇമോഷണലായൊരു സീനായിരിക്കും. മറുഭാഗത്ത് എൽജിൻ ചെയ്തൊരു പൊട്ടത്തരം നമ്മൾ കണ്ടിരുന്നല്ലോ. ആ ഒരു ഫോട്ടോ നേരെ കൊണ്ട് സോഫിക്ക് കാണിച്ചു കൊടുത്തു. ഇതോടെ ആ വാതിലങ്ങ് അടച്ചേക്കാൻ പറഞ്ഞു. ഇനി ചോര പുഴി ഒഴുകാൻ പോവല്ലേ. എന്തായാലും സോഫിയ എൽജിനെ കണ്ട് തനിക്കൊപ്പം നിൽക്കാൻ, തൻ്റെ പദ്ധതികൾ പങ്കാളിയാകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ എൽജിൻ അതിന് തയ്യാറാവുന്നില്ല. അവനവളെ ശക്തമായി എതിർക്കുന്നു. ഇതിൽ കോപിഷ്ഠയായ സോഫിയ എൽജിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. വെറുതെ കൊല്ലുകയല്ല, അവളവൻ്റെ ആത്മാവിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എൽജിനോട് പറയാനുള്ള ഒരു കാര്യം, നീ നിന്റെ മരണം സ്വയമായിരുന്നു വാങ്ങിയതല്ലേ, വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എൽജിനെ കൊന്നതിന് ശേഷം സോഫിയ അവൻ്റെ രൂപം സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. ലീഗൽ പ്രകാരം ഇതിനുശേഷം ടൗണിൽ വീണ്ടും പകൽ വെളിച്ചം വരുന്നു. അതായത് സ്മൈലി ക്ലിനിക്കിൽ കയറിയത് പകൽ സമയത്തായിരുന്നു. എന്നാൽ ആ കടും ചുവപ്പ് കൊടുങ്കാറ്റ് കാരണം ഇരുട്ടായതുകൊണ്ടാണ് അവന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. ഗുഹയുടെ മുകളിലുണ്ടായ ആ വലിയ ദ്വാരത്തിൽ നിന്ന് ഒരു ഭീമാകാരമായ ഇടിമിന്നൽ ആകാശത്തേക്ക് ഉയരുകയും അത് ആകാശത്തെ മുഴുവൻ ചുവപ്പണിയിച്ച കൊടുങ്കാറ്റായി മാറുകയും ചെയ്യുന്നു. പ്രൊമോയിൽ നമ്മൾ കണ്ട ആ വിചിത്രമായ ഇടിമിന്നൽ ഇതാണ്. ബോയിൻ വൈറ്റ് പണ്ട് വിക്ടറിന് നൽകിയ മുന്നറിയിപ്പ് എത്രമാത്രം സത്യമായിരുന്നു എന്നിപ്പോൾ ബോധ്യമാകുന്നു. കുപ്പിമരം പിഴുതെറിഞ്ഞത് ഈ ഗ്രാമവാസികൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്നാണ് ലീക്കുകൾ പറയുന്നത്. ഇതിനുശേഷം സോഫിയ ഗ്രാമത്തിലെ ഓരോ കെട്ടിടങ്ങളിൽ നിന്നും ടാലിസ്മാനുകൾ ഓരോന്നായി മോഷ്ടിക്കാൻ തുടങ്ങുന്നു. തീർച്ചയായും ടാലിസ്മാനുകൾ നഷ്ടപ്പെട്ട ടൗൺ പിന്നെ ഒരിക്കലും പഴയ പോലെ സുരക്ഷിതമായിരിക്കില്ല. മറുവശത്ത് തങ്ങളുടെ അമ്മ മരിച്ചുപോയി എന്ന് ഈതനും ജൂലിയും വിശ്വസിക്കുന്നു. കാരണം അവൾ തിരികെ വന്നിട്ടില്ല. തകർന്നുപോയ കുട്ടികളെ ഡോൺ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ ഒരു അടുക്കള, ഹോണ്ടഡ് കിച്ചൺ വീണ്ടും വിചിത്രമായി പെരുമാറാൻ തുടങ്ങുന്നു. സാധനങ്ങളൊക്കെ മുന്നേ കണ്ട പോലെ തനിയെ മാറി മറിയുകയും അറ്റ്മോസ്ഫിയർ ഭയപ്പെടുത്തുന്നതായി മാറുകയും ചെയ്യുന്നു. ഇതേസമയം ഹെൻറി വിശ്വസിക്കുന്നത് ഇതെല്ലാം തന്നെ മനസ്സിൻ്റെ വെറും തോന്നലുകൾ അഥവാ ഭ്രമങ്ങൾ മാത്രമാണെന്നാണ്. അയാൾ ബോയ്ഡിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു തോക്കുമെടുത്ത് വിക്ടറെ നേരിടാൻ പുറപ്പെടുന്നു. കാരണം വിക്ടറാണ് തന്നെ ഈ മായക്കാഴ്ചകൾ തളച്ചിട്ടിരിക്കുന്ന ആങ്കർ എന്ന് അയാൾ കരുതുന്നു. സോഫിയ ഹെൻറിയുടെ മനസ്സിൽ ഇതെല്ലാം വെറും ഒരു സ്വപ്നമാണെന്ന് വരുത്തി തീർത്തിരിക്കുകയാണ്. വിക്ടറിനെ കൊന്നാൽ ഈ സ്വപ്നത്തിൽ നിന്നും ഉണരാമെന്ന് അയാൾ കരുതുന്നു. അയാൾ വിക്ടറിന് നേരെ തോക്ക് ചൂണ്ടുമ്പോൾ പെട്ടെന്ന് ഈതൻ അവിടേക്ക് എത്തുകയും അവരെ തടയുകയും ചെയ്യുന്നു. പരിഭ്രാന്തനായ ഹെൻറിയുടെ കയ്യിൽ നിന്ന് തോക്ക് നിലത്ത് വീഴുന്നു. തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ജെയ്ഡിനെയും തബീത്തയെയും രക്ഷിക്കാനായി ബോയ്ഡ്, എല്ലിസ്, ഫാത്തിമ എന്നിവർ താഴേക്ക് ഇറങ്ങുന്നു. ഈ സംഘം ഒടുവിൽ അവരെ കണ്ടെത്തുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കൂട്ടം മോൺസ്റ്റേഴ്സ് അവരെ വളയുകയാണ്. ഇവിടെ ഫാത്തിമ ഒരു വലിയ തീരുമാനമെടുക്കുന്നു. അവൾ മറ്റുള്ളവരോട് അവിടെ നിന്ന് വേഗത്തിൽ രക്ഷപ്പെടാൻ ആവശ്യപ്പെടുന്നു. രാക്ഷസന്മാർ മുന്നോട്ട് വരുന്നത് തടയാനായി അവൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. തൊട്ടടുത്ത നിമിഷം ഫാത്തിമ ആ മോൺസ്റ്റേഴ്സിൽ ഒരാളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അവൾ സ്വന്തം വർഗത്തോട്, അതായത് മറ്റു രാക്ഷസന്മാരോട് പോരാടാൻ തുടങ്ങുന്നു. ഫാത്തിമയ്ക്ക് സ്മൈലിയുടെ സാന്നിധ്യം മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞപ്പോഴേ നമ്മളിതേക്കുറിച്ച് ഊഹിച്ചതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഫാത്തിമയുടെ മുടി കൊഴിയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ തിയറി ഏതാണ്ട് ഉറപ്പായി. കാരണം ഈ ഗ്രാമത്തിലെ രാക്ഷസന്മാർക്കെല്ലാം മുടിയില്ലാത്ത വട്ടത്തലയാണുള്ളത്. ലീഗ് അനുസരിച്ച് ഫാത്തിമ ഇപ്പോൾ ഗ്രാമവാസികളെ രക്ഷിക്കാനായി ഒരു രാക്ഷസനായി മാറിയിരിക്കുകയാണ്. അവസാന ലീഗ് സൂചിപ്പിക്കുന്നത് ബോയിൻ വൈറ്റും സോഫിയയും കാട്ടിലെ ആ ഫാറവേ ട്രീയുടെ മുന്നിലേക്ക് പോകുന്നതാണ്. സോഫിയ ആ കുട്ടിയോട് പറയുന്നുണ്ട് അവൻ മുമ്പത്തേക്കാൾ പ്രായമായതുപോലെ തോന്നിക്കുന്നുവെന്ന്. അതിന് മറുപടിയായി ആ കുട്ടി പറയുന്നു, ഇത്തവണ നീ എന്തായാലും തോൽക്കാൻ പോവുകയാണ്. ഇതിനുശേഷം സോഫിയ താൻ ഗ്രാമത്തിൽ നിന്ന് മോഷ്ടിച്ച എല്ലാ ടാലിസ്മാനുകളും ആ ഫാറവേ ട്രീക്ക് ഉള്ളിലേക്ക് എറിഞ്ഞു കളയുന്നു. പണ്ട് വിക്ടർ ഒരു കല്ലാ മരത്തിലേക്ക് എറിഞ്ഞ ഓർമ്മയില്ലേ? ഈ ടാലിസ്മാനുകൾ ഇനി എവിടെയാണ് പോയി വീഴുക? ഇതാരായിരിക്കും കണ്ടെത്തുക? ഈ പറഞ്ഞത് ശരിയായാൽ ഒരു കാര്യം വ്യക്തമാണ്, ബോയിൻ വൈറ്റ് യഥാർത്ഥത്തിൽ ഒരു ഗുഡ് എൻറ്റിറ്റി തന്നെയാണ്. മറുഭാഗത്തുള്ള മാനിനിയല്ലോ അല്ലെങ്കിൽ സോഫിയെ നിയന്ത്രിക്കുന്ന ആ തിന്മയുടെ ശക്തി കയറിയുള്ള ഒരു പ്രതിരോധമാണ് അവൻ. എന്നാൽ തിന്മയുടെ ശക്തിയേക്കാൾ ദുർബലനാണവൻ. ഇത്തവണ നീ തോൽക്കും എന്നവൻ പറയുമ്പോൾ ഇതിനു മുമ്പ് പലതവണ ഈ ബോയിൻ വൈറ്റ് തോറ്റിട്ടുണ്ടെന്നും ഇത് രണ്ട് പ്രപഞ്ചശക്തികൾ തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമാണെന്ന് മനസ്സിലാക്കാം. മുൻപുള്ള എല്ലാ കളികളിലും അവൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്തവണ ഈ ഗ്രാമവാസികളിൽ അവൻ വലിയ പ്രതീക്ഷ വീഴുന്നുണ്ട്. ഈ ലീക്കുകൾ തിരിഞ്ഞ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ഫ്രം ടൗണിൻ്റെ ഭൂതകാലം എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. വിക്ടർ കുട്ടിക്കാലത്ത് കണ്ട അതേ കൂട്ടക്കൊലയ്ക്കാണോ ഈ ടൗൺ വീണ്ടും നീങ്ങുന്നത്? വിക്ടറിൻ്റെ അമ്മ മിറാണ്ട അന്ന് കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ച പോലെ തന്നെയാണ് ഇന്ന് താബീത്തയും ശ്രമിക്കുന്നത്. അന്ന് മിറാണ്ടയ്ക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, അവൾ കൊല്ലപ്പെട്ടു. ഇന്ന് താബീത്തയും അതേ തുരങ്കങ്ങളിൽ അതേ കുട്ടികളുടെ ആത്മാക്കൾക്ക് മുന്നിൽ കുടുങ്ങി കിടക്കുകയാണ്. ജെയ്ഡ് കാണുന്ന വിചിത്രമായ ചിഹ്നങ്ങളും കുട്ടികളുടെ ആസ്തികളും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ആസ്തികൾ പുറത്തെടുത്താൽ മാത്രമേ ഈ ശാപം അവസാനിക്കൂ എന്ന് ജെയ്ഡ് വിശ്വസിക്കുന്നു. എന്നാൽ അതിനായി അവർ നൽകേണ്ടി വരുന്ന വില വളരെ വലുതാണ്. ബോട്ടിൽ ട്രീ പിടിതെറിഞ്ഞതിലൂടെ അവർ ടൗണിൻ്റെ സുരക്ഷാ കവചമായിരുന്നിരിക്കാം തകർത്തത്. ടൗണിലെ പ്രകൃതി പോലും അവർക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ ട്രെയിലറിൽ കാണുന്നത്.
ഭൂമി പിളരുന്നതും ആകാശം ചോര ഒഴുക്കുന്നതും വെറുതെ അല്ല. ആ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. ഇപ്പോൾ ലീക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പിഴുതെറിഞ്ഞ മരം ഇനി എന്തായാലും തിരികെ വയ്ക്കാൻ കഴിയില്ല. നഷ്ടപ്പെട്ട താലിസ്മാനുകൾ ഇനി തിരികെ ലഭിക്കുകയുമില്ല. ഫാത്തിമ ഇനി പഴയ ഫാത്തിമയാകുകയില്ല. ടൗൺ അതിൻ്റെ ഏറ്റവും വേണ്ട കാലഘട്ടത്തിലേക്ക് കടക്കും. സീസണിലെ ക്ലൈമാക്സ് എപ്പിസോഡ് നമ്മളെ അങ്ങേയറ്റം പേടിപ്പെടുത്തുന്നതും അതേസമയം അടുത്ത സീസണിനായി കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒരു വലിയ സസ്പെൻസിലായിരിക്കും അവസാനിക്കുക. സത്യം പറഞ്ഞാൽ സീസൺ 3 ഫിനാലെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടലായിരുന്നു. ഇനി അടുത്ത് എന്ത് നടക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് ആ ഒരു ഫീലിംഗ് ഓർത്തിട്ട് ഇപ്പോൾ തന്നെ പേടിയാവുന്നു. ഈ സീസൺ ഫിനാലെ കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവസാന എപ്പിസോഡിനെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന ക്ലൈമാക്സ് എപ്പിസോഡിൻ്റെ പൂർണ്ണമായ എക്സ്പ്ലനേഷനുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ തോട്ട്സും തിയറികളും അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാത്തിരുന്ന് കാണാം.